കണ്ണമ്പ്രയിൽ 40 വർഷത്തോളം പഴക്കമുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക് അപകട ഭീഷണി ഉയർത്തുന്നു. പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കിന്റെ പില്ലറുകൾ ദ്രവിച്ച് കമ്പികൾ തുരുമ്പെടുത്ത് പുറത്തേക്ക് തെളിഞ്ഞ നിലയിലാണ്. ഏത് സമയവും ടാങ്ക് നിലം പൊത്താവുന്ന അവസ്ഥയിലാണെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. അപകടാവസ്ഥയെ തുടർന്ന് 1 വർഷത്തിലേറെയായി ടാങ്കിൽ വെള്ളം കയറ്റുന്നില്ല. നിലവിൽ നേരിട്ട് വെള്ളം പമ്പ് ചെയ്ത് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ടാങ്ക് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ 1 വർഷം മുമ്പ് വാട്ടർ അതോറിറ്റിക്ക് കത്ത് നൽകിയിരുന്നു. ടാങ്ക് പൊളിച്ചു നീക്കുന്നതിനുള്ള ചിലവ് പഞ്ചായത്ത് വഹിക്കാമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ടാങ്ക് നിലനിർത്താനാണ് വാട്ടർ അതോറിറ്റി ആദ്യം തീരുമാനിച്ചത്. പിന്നീട് ആവശ്യമായ കേന്ദ്ര ഫണ്ട് ലഭിക്കില്ലെന്ന സാഹചര്യം ഉണ്ടായതോടെ ടാങ്കിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ തുടരുകയാണ്. കത്ത് നൽകി 1 വർഷവും 4 മാസവും പിന്നിട്ടിട്ടും ടാങ്ക് നീക്കം ചെയ്യാനോ സുരക്ഷിതമാക്കാനോ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. കഴിഞ്ഞ 3 വർഷമായി ടാങ്ക് തകർച്ചയുടെ ഭീഷണിയിലാണ്. 1.5 വർഷം മുമ്പ് ഈ വിഷയം ചൂണ്ടിക്കാട്ടി വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പഞ്ചായത്ത് ഭരണസമിതി അറിയിപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1.5 വർഷമായി ടാങ്കിലേക്കുള്ള പമ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഡയറക്റ്റാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ പമ്പിങ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ടാങ്ക് പൊളിക്കാൻ വേണ്ടി പഞ്ചായത്ത് തന്നെ ഫണ്ട് വകയിരുത്തി പ്രൊജക്റ്റ് വെച്ചതാണ്. പക്ഷേ വാട്ടർ അതോറിറ്റി അത് മെയിൻ്റനൻസ് ചെയ്യുകയെന്ന് വെച്ചിട്ട് നമ്മുടെ ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചാണ്. ഇപ്പോൾ തുടർന്നും പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും ഫണ്ടിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിയന്തരമായി ഇത് പൊളിച്ചു മാറ്റേണ്ടതാണ്. പരിസരത്ത് ടർഫും പഞ്ചായത്ത് ഓഫീസും കൃഷിഭവനും ഉൾപ്പെടെ സഞ്ചാര മേഖലയാണ്. മെയിൻ റോഡൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പൊളിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സമീപത്ത് നിരവധി വീടുകളും പഞ്ചായത്ത് കെട്ടിടവും കളിസ്ഥലവും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയാണ്. ടാങ്ക് തകർന്നു വീണാൽ വലിയ ദുരന്തത്തിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഞാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസിയാണ്. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ തൊട്ട് പഞ്ചായത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് പട്ടയ വികസന ഓഫീസ്, കുടുംബശ്രീ ഓഫീസ്, അതിന് ടർഫ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ വീടുകൾ ഒക്കെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ടർഫിലേക്ക് കളിക്കാൻ വരുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വഴി കൂടെ പോകുന്ന പരിസരവാസികൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. കാലുകളൊക്കെ എല്ലാം ദ്രവിച്ച് കിടക്കുകയാണ്. ടാങ്കിന്റെ പരിസരം നിലവിൽ കാട് പിടിച്ച നിലയിലാണ്. ഇതോടെ ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരും ലഹരി ഉപയോഗിക്കുന്നവരും ഇവിടെ എത്തുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു. അപകടാവസ്ഥയിലുള്ള ടാങ്ക് എത്രയും വേഗം പൊളിച്ചു നീക്കി പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പാലക്കാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PH ഡിവിഷനിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 വർഷം മുന്നേ ഭരണസമിതി തീരുമാനപ്രകാരം അത് പൊളിച്ചു മാറ്റാനുള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അത് പൊളിച്ചു മാറ്റാനുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ആഴ്ച പോലും ഒരു കത്ത് റിമൈൻഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പഞ്ചായത്ത് ബിൽഡിങ്ങിനും ജീവനക്കാർക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. അത് അടിയന്തരമായിട്ട് പൊളിച്ചു മാറ്റാനുള്ള ബന്ധപ്പെട്ട അധികാരികൾ അത് ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.